ഹലോ, വെൽക്കം ടു മാംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴ അല്ലേ, പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയും. ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളുടെ ഫുൾ ഡേ റൂട്ടീന് കാണിക്കുന്നുണ്ട്, ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, നല്ല തൊരാതെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടാണ്. സെക്കൻഡ് സാറ്റർഡേ ആയ കാലം കൊണ്ട് മക്കൾക്ക് സ്കൂളും ഇല്ല. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് എണീക്കാൻ. വന്നുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇനി നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതാ അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അരച്ചങ്ങാണ്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 2 സ്പൂണ് തേങ്ങ കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി വെക്കലാണ്. പിന്നെ 2 സ്പൂണ് ചോറ്. അപ്പോൾ ഇത് നല്ല ബാക്കിയുള്ളത് കുറച്ചൊരു ബോക്സിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ആ 2 സ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ദോശ ചുട്ടെടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ ഉള്ളി, ചെറിയ ജീരകവും തേങ്ങ ഒക്കെ ചേർത്തിട്ട് അരച്ചുകൊണ്ട് ദോശ ചുടലുണ്ട് നമ്മൾ അരിയ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അങ്ങനെ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു രുചി വരും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കുറച്ച് ചോറും തേങ്ങ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അതിലേക്ക് കറി ഉണ്ടാക്കുന്നത് സോയാബീനാണ്. അപ്പോൾ സോയാബീൻ നമ്മൾ കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഇതിനുള്ള മസാല കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ വലിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതൊക്കെ ഓരോരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടി വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ പൊടികൾ ചേർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മളെ കറിക്ക് ടേസ്റ്റ് പോകും. കുറച്ച് നേരം ആ മസാലകളൊക്കെ ഒന്ന് വഴന്ന് വരണം, പൊടികളൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഞാനത് സിമ്മിലിട്ടിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സോയാബീൻ ഊറ്റിയെടുത്തതിന് ശേഷം അതിങ്ങനെ കട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ വലിയ സോയാബീനാണ്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വലുതാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് അങ്ങനെ മസാലകളൊന്നും കയറില്ല എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സോയാബീനും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെള്ളം ചേർക്കാതെ ഇട്ട് കൊടുത്ത് എഴുതിയിട്ട് അടിയിൽ പിടിക്കുകയും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കൽ. കുറേ നേരം അങ്ങനെ വെച്ചതിന് ശേഷം ലാസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. അപ്പോൾ കിഴങ്ങും നമ്മൾ സോയാബീനും കൂടി ആണെന്ന് കറി ഉണ്ടാക്കുന്നത്. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫാക്കിയിടാം. ഇനി ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. മക്കൾ സ്കൂളില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് നേരം കിടക്കും ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ലീവാകുമ്പോൾ. അപ്പോൾ ഞാൻ വിളിക്കാനും പോയില്ല കേട്ടോ. റെസ്റ്റ് അന്നല്ല അവർക്കൊന്ന് കുറച്ച് നേരം കിടക്കാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് വിളിക്കലില്ല. അങ്ങനെ അവന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചൂടോടുകൂടി ദോശയും കറിയൊക്കെ കഴിക്കണതാണ് മക്കൾക്ക് ഇഷ്ടം. ഇപ്പോൾ രാവിലെ സ്കൂൾക്ക് പോകുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ കൊടുക്കുക, ചൂട് കൊടുക്കാൻ തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത സമയമാണെങ്കിലും അവർ എണീറ്റ് വരുമ്പോൾ അങ്ങനെ ചൂട് കൊടുക്കാൻ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ അവനക്കുള്ള ദോശ എടുത്ത് കൊടുക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതാ ബാക്ക് ഭാഗമാണ് കേട്ടത്, നമ്മളെ കുളത്തിൻ്റെ സൈഡ്. നമ്മളെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും കുളത്തേക്കൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല, മക്കളെ ഇറക്കിയിട്ടില്ല. ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവട്ടെ, മഴ ഫസ്റ്റ് തന്നെ പെയ്തിട്ട് ആ ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണ്ടെന്ന് എഴുതിയിട്ട് കുറച്ചും കണ്ട് ആയതിൻ്റെ ശേഷം കുളത്തേക്കൊക്കെ ഇറക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഇറക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ കുളത്തിലൊക്കെ വെള്ളമായിട്ടുണ്ട്. കുറേ മാറ്റും കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സുഖമായിട്ട് നമുക്ക് കഴുകാം.
പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള പണികളൊന്നും ഇപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം മുകളിലേക്ക് കയറുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ മുകൾ തുടക്കൽ അടിച്ചു വാരലുണ്ട് കേട്ടോ. പക്ഷേ തുടക്കൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ്. അപ്പോൾ ബാൽക്കണിയിലൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്തിട്ട് കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീട് ഏത് ചെറുതായാലും വലുതായാലും ഞാൻ പറഞ്ഞല്ലോ വൃത്തിയാണ് മെയിൻ എന്നുള്ളത്. ഞാൻ ഈ മുകളിൽ യൂസ് ആക്കാത്തതാണ്. എൻ്റെ മക്കൾ കിടക്കാത്തതാണ്. 2 റൂമുണ്ട്. പക്ഷേ അവർ കിടക്കലില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് കയറി വരലുണ്ട്. എന്നാലും ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കലുണ്ട്. ബെഡ്ഷീറ്റ് ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ആരും കിടക്കണില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയെടുക്കലുണ്ട്. അപ്പോൾ കിടക്കണില്ല അവർ പഠിക്കാൻ വേണ്ടി കയറലുണ്ട്. അപ്പോൾ ബെഡിലിരിക്കലുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറലുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കിടക്കണില്ല എന്നുണ്ടെങ്കിലും ബെഡ്ഷീറ്റിൽ പൊടികളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റലുണ്ട്. ഇന്ന് ഞാൻ അടിച്ചു വാരുന്നില്ല. അപ്പോൾ ഇന്ന് മുകളിലും താഴെയും തുടക്കാനുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് അടിക്കാനൊന്നും ഇല്ലയെന്ന് തോന്നിയപ്പോൾ പിന്നെ വേഗം തുടക്കാനായിട്ട് നിന്നതാണ്. നമുക്ക് നമ്മുടെ വീട് ഏത് വീടാണെങ്കിലും അതൊന്ന് ആ വീടിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇതാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ കാലത്ത് എണീറ്റ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് നമ്മുടേതാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലേ. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കടമയാണ്. ഒരു കുടുംബം നല്ല സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വീട്ടമ്മമാർക്ക് കുറേ കഴിവുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് കരുതിയിട്ട് പറയല്ല. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്നിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഞാൻ ആലോചിക്കലുണ്ട്. റിക്കവർ ചെയ്യണമെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വീട്ടമ്മ ഒരു എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ആക്കുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കണം. മുകളിൽ നിന്ന് ഞാനിത് ടെറസിൻ്റെ മുകളിൽ കൂടി വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഷീറ്റുമേലൊക്കെ ഓലൊക്കെ വീണെടുക്കേണ്ട നല്ല പെരുമഴ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇനി ടെറസൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. ഇപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ബാൽക്കണിയിൽ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ബാൽക്കണിയൊക്കെ നമ്മൾ തുറക്കാതെ പൊടി പിടിച്ചിട്ടൊക്കെ കിടക്കണം, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും എല്ലാ ഭാഗത്തും നമ്മൾ എത്തണം. അത് പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു പണിക്കായിട്ട് നമ്മൾ കാണുക, ഒരു ദിവസം ഒരു പണിക്കായിട്ട് കാണുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ ഒഴിവിനനുസരിച്ചിട്ടുള്ള പണികൾ നമ്മളാണ് കണ്ടെത്തേണ്ടത്. പിന്നെ നമ്മുടെ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും നമുക്ക് ബഹുമാനം, നമുക്കൊരു റെസ്പെക്റ്റൊക്കെ കിട്ടുമല്ലോ, നമ്മളോട് സ്നേഹമൊക്കെ തോന്നുമല്ലോ. അതിന് നമ്മൾ അവരുടെ കാര്യങ്ങൾ കുറച്ച് മൂല്യം കാണട്ടോ. നമ്മൾ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട. അത് അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അത് നമുക്കും കൂടി ഇഷ്ടമില്ലാത്തൊരു കാര്യമായി വരുന്ന എനിക്ക് തോന്നുന്നത്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ അനുകൂലിക്കണം. എല്ലാ കാര്യത്തിനും അല്ലട്ടെ ഞാൻ പറഞ്ഞത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാക്ക് ഞാൻ ഓപ്പൺ ഉള്ള ചുരിദാറിനത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയും, ഓപ്പണുള്ള ചുരിദാർ ഇഷ്ടമില്ല എന്ന്. അങ്ങനെ ഞാനും ഓപ്പണുള്ള ചുരിദാർ ഒഴിവാക്കി കല്യാണത്തിന് ശേഷം. പിന്നെ ഞാൻ വീട്ടിലിടാനൊക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ സ്വയം അടിക്കൽ തുടങ്ങി. എനിക്ക് ഓപ്പണില്ലാത്ത ഡ്രസ്സുകൾ ഇട്ടിട്ട് അങ്ങനെ ശീലമായപ്പോൾ എനിക്ക് ഇപ്പോൾ ഓപ്പണുള്ള ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട് ഞാൻ ഇത് യൂസ് ആക്കൽ തന്നെ ഇല്ല. ഞാൻ കൂടുതലും ഓപ്പണില്ലാത്ത ഡ്രസ്സുകളാണ് ഞാൻ ഉപയോഗിക്കൽ. ഇപ്പോൾ ഇക്കാക്ക് പറയും, കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇക്കാക്ക് കുഴപ്പമില്ല, ഓപ്പണുള്ള ഡ്രസ്സ് ഇട്ട് കുഴപ്പമില്ല, അപ്പോൾ എന്നോട് ചുരിദാറൊക്കെ ഓപ്പണിൽ തന്നെ അടിക്കാനോട് വഴി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മളതങ്ങനെ ഇടാതായി ശീലമായപ്പോൾ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോൾ സാധാ ചുരിദാറൊക്കെ ഇപ്പോൾ ഞാൻ ഓപ്പണിൽ അടിക്കുന്നുണ്ട്. ഞാൻ ഗൗണുകളാണ് കൂടുതൽ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു നമുക്കും കൂടി അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് നമ്മളിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയണം. അപ്പോഴാണ് ആ സ്നേഹവും റെസ്പെക്റ്റൊക്കെ അവർക്ക് നമുക്ക് കിട്ടുള്ളൂ. അവരോട് നമ്മൾ കൂടുതൽ ഒച്ചിട്ട് നമ്മൾ കുറേ ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും മക്കളെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉമ്മാനോട് അല്ലെങ്കിൽ ആ ഒരു വീട്ടമ്മേനോട് അത്ര വലിയ റെസ്പെക്റ്റൊന്നും ആർക്കും ഉണ്ടാവില്ല.
പിന്നെ നമ്മുടെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. പക്ഷേ അത് നമുക്ക് കേൾക്കാനുള്ള സമയമില്ല. നമ്മൾ നമ്മളതായ റൂട്ടീനായിരിക്കും നമ്മളെ പണികൾ. അത് പണീൻ്റെ ഇടയിലേക്ക് ഒന്നും കേൾക്കണ്ട, നീ ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പണിയുണ്ടെന്നൊക്കെ പറയും നമ്മൾ ഒച്ചയിടില്ലേ മക്കളോട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അതവരെ കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമ്മളെ രഹസ്യങ്ങളൊന്നും മക്കളെ മനസ്സിലുണ്ടാവില്ല കേട്ടോ. എല്ലാ കാര്യവും നമ്മൾ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിനുള്ള മറുപടി ഇന്ന പോലെ ചെയ്യുന്നെന്ന് നമുക്ക് പറഞ്ഞാൽ അത് അവർ കേൾക്കണം. അത് നമ്മുടെ ഒരു കഴിവല്ലേ. മുകളിൽ തുടക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റെപ്പൊക്കെ തുടച്ച് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴക്ക് ചെറിയൊരു ശമനം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മുറ്റം എന്തായാലും അടിക്കാൻ നിൽക്കണില്ല. ഞാൻ മുറ്റത്തുള്ള ഇതിങ്ങനെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് കളയാണ്. ഈ തെങ്ങുള്ള കാരണം കൊണ്ട് നല്ല എന്താ ഓലൻ്റെത് പീസുകൾ അങ്ങനെ തെങ്ങുമെന്ന് വീഴുന്നതൊക്കെ വീഴും, നമ്മളെ മുറ്റത്തേക്ക് വരും. അപ്പോൾ മുറ്റത്ത് ആ ഒരു കോർണറിലൊരു തെങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തെങ്ങ് നമുക്ക് വെട്ടി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങനെ മുറ്റത്ത് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുമെന്ന് വീഴുന്നതുണ്ടാവും. പിന്നെ ഇലകൾ ഇപ്പോൾ മഴ ആയപ്പോൾ നല്ല പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മെറ്റൽമെന്ന് അടിക്കാനൊന്നും നിൽക്കണില്ല, വേഗണ്ട് കുറച്ചുകൊണ്ട് പെറുക്കി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴണ്ട് വരുമ്പോഴത്തിന് വേഗണ്ട് എടുത്ത് കളയാണ്. ചെടികളൊക്കെ ഞാനൊന്ന് വെട്ടിയിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ. ഇനി 4 ഭാഗം പുല്ലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇപ്പം മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊന്തും. പിന്നെ നമ്മളിത് പറിക്കാൻ തന്നെ നിൽക്കാൻ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു തെങ്ങ് 4 ഭാഗമായ കാരണം കൊണ്ട് വേഗം കച്ചറാവും ചെയ്യും. അതിലും കാര്യങ്ങളൊക്കെ വൃത്തിയേടൊക്കെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും സാധിക്കുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ഒന്ന് പെയിൻ്റൊക്കെ അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. മുറ്റടിക്കാൻ നമുക്ക് സമയം കിട്ടണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കേണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലകളൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ പെറുക്കി കളയട്ടെ. പക്ഷെ ആ ചെയ്യുന്നത് എന്നും അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിലും എവിടെയാണെങ്കിലുമൊക്കെ ഒരു വൃത്തിയായിരിക്കുമല്ലോ കാണാൻ. ഇനി സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് തുടക്കാനൊരു പഴയ മോപ്പ് വെക്കലാണ്, അതായിട്ടാണ് തുടക്കലിട്ട. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാതും ഈ ഒരു മോപ്പ് വെച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുകിയിട്ടുന്ന സമയത്ത് മാത്രം നമ്മൾ ഉള്ള തുടക്കണ മോപ്പ് വെച്ചിട്ട് പുറം തുടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു മോപ്പ് വെച്ചിട്ടാണ് തുടക്കലിട്ട. അപ്പോൾ സ്റ്റെപ്പും എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുമല്ലോ, മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തെറിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊന്ന് സിറ്റ് ഔട്ട് നന്നായിട്ട് തുടച്ച് സ്റ്റെപ്പൊക്കെ തുടച്ചിട്ടാൽ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് വേഗം ഡ്രൈ ആക്കിയിടും. അങ്ങനെ ഇട്ടാൽ അപ്പോൾ ആ ഫ്രണ്ട് ഏജ് അങ്ങോട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നും തുടക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുകൾ ഭാഗങ്ങളിൽ ഒന്ന് ജനലിൻ്റെ മുകളിലും ഒക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയതിൻ്റെ ശേഷം നമ്മൾ അടിച്ചു വരാൻ വേണ്ടി ശ്രമിക്കട്ടെ. മുകളിൽ നമ്മൾ ജനലിൻ്റെ മുകളിൽ സോഫ അല്ലെങ്കിൽ കട്ടിലിൻ്റെ കൈകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അവിടെ ഒക്കെ ജസ്റ്റ് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തിയാണ്. പിന്നെ നമ്മൾ നനച്ച് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടികൾ എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്, ഞാൻ കുഷ്യൻസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കവർ ഇട്ടിട്ടില്ല കേട്ടോ. കവർ ഇടാതെ നമ്മളിത് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ്. ഇതേ ഒരു സെയിം കളർ ഉണ്ടാക്കിച്ചതാണ് ഞാൻ. അപ്പോൾ കവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതെടുത്തിട്ട് കഴുകണ്ടേന്ന് എഴുതിയിട്ട് കുറച്ച് ഡാർക്കും ലൈറ്റും കൂടിയിട്ടുള്ള ഷെയ്ഡായിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ തുടച്ചെടുക്കലാണ് ചെയ്യലട്ട, ദിവസവും എന്നും തുടക്കലുണ്ട്. പിന്നെ നമ്മളങ്ങനെ കൈ വെച്ചിട്ട് മക്കളൊക്കെ ഉപയോഗിക്കണ സ്ഥിരമായിട്ട് ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണത് നല്ലതാണ്. എന്നും ചെയ്യുന്ന ഒരു റൂട്ടീനായിട്ട് നമ്മളങ്ങനെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒരു ഭാരം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ പണികൾ കുറേ ചെയ്താലും ചിലപ്പോൾ ആ വീട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷേ അത് വൃത്തിയും തോന്നില്ല. അത് ആ ചെയ്യുന്ന രീതിൻ്റെ പ്രശ്നമാണ്. നമ്മളത് അങ്ങനെ ചെയ്യണത് നല്ല വൃത്തിക്ക് ചെയ്യട്ടെ, അപ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗി തോന്നും. ഞാനിതിപ്പോൾ എല്ലാ ഭാഗവും 2 പ്രാവശ്യമാണ് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ടില്ലല്ലോ. അപ്പോൾ അടിച്ചു വാരാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ 2 പ്രാവശ്യം തുടച്ചെടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചാണ്ട് ഓടിച്ചു പോവും. അങ്ങനെയാണ് നമ്മളെ ക്ലീനിങ്ങിൻ്റെ രീതിട്ട. എന്നാലും ഞാൻ ഈ പറഞ്ഞല്ലോ, മുകൾ ഭാഗം ജനലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കൈ വെക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ തുടച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ നിലം മാത്രം തുടച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിനൊരു വൃത്തി വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പൊടികൾ എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. പിന്നെ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കയ്യെത്തണം. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നാശമാവുമല്ലോ.
എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ ചിലരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചിട്ടൊന്നും ഉണ്ടാവില്ല പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചോദിക്കലുണ്ട് തുടക്കലൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ വൃത്തി ഉണ്ടായത് കൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്തെങ്കിലും അടക്കി പെറുക്കി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ നേരാക്കി, പിന്നെ ഈ ഒരു പറഞ്ഞ പണികളുണ്ടല്ലോ അത് നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കലുണ്ട്. എന്നിട്ടാണ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ മൊബൈലും ഇരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കൽ അങ്ങനെ ഉണ്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങളും കണ്ട് ഒതുക്കല്ലാതെ കിടക്കുന്ന ഒരു വീട്ടിലാണ് വൃത്തി ഇല്ലാതിരിക്കുക. അതും ഒതുക്കി പെറുക്കിയിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അടിച്ചു വാരിയിട്ടാൽ തന്നെ ആ വീട് നല്ല ക്ലീൻ ആയിരിക്കും എപ്പോഴും. പിന്നെ എന്നോട് ചോദിക്കണ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് സമയം കിട്ടണത്, നീ എപ്പോഴതൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളെ പ്ലാൻസുകൾ കെയർ ചെയ്യലുണ്ട്, പിന്നെ ഒരു പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടാവുമ്പോൾ എന്തൊക്കെ കാര്യം ഉണ്ടാവും എന്നുള്ളതും അറിയാമല്ലോ. പിന്നെ നമ്മളെ മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊന്നും നോക്കണമല്ലോ. പിന്നെ പ്രായമുള്ളവരുണ്ടെങ്കിലൊക്കെ വീട് നമുക്കങ്ങനെ ഒതുക്കി പെറുക്കിയിട്ടൊന്നും കൊണ്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിനും കൂടി എപ്പോഴാണ് സമയം കിട്ടുക എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ സമയം നമ്മുടെ ഒരു മൈൻഡിൽ വരുന്നതാണ് കേട്ടോ. സമയം നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളാണ് കണക്കാക്കേണ്ടത്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റാണ് നമുക്ക്. ഈ ക്ലീനിങ്ങിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല നമ്മളെ കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റും കൂടി വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമൊക്കെ നമുക്ക് താനേ വരും. ഇന്ന് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് ബീഫ് ചില്ലിയാണ്. ബീഫ് ചില്ലിയും ബീഫ് കറിയും നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫിൻ്റെ ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കുഴച്ചങ്ങാണ്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ അങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ ബീഫിൽ ഒക്കെ വെള്ളം ഊർന്നു വരുമല്ലോ, അപ്പോൾ നമ്മളങ്ങനെ കുഴച്ചങ്ങാണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ചിലർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലേ നമ്മൾ തുടക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഓരോ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ, പക്ഷേ എല്ലതും ചെയ്യണം നേരത്തെ കഴിയണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്താലും നമ്മൾ വൃത്തി പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറ് ഞാൻ ഇതാ 2 പാത്രമാണ് എടുക്കലിട്ടോ. ഇതാണ് ശരിക്കും ഞങ്ങളുടെ അളവ് പാത്രം, നമ്മളെ വീട്ടിലുള്ള അംഗങ്ങൾക്കുള്ള അളവാണ് കേട്ടത്. അതിൽ 2 പാത്രമാണ് ഞാൻ നെയ്ച്ചോറ് അരി എടുത്തിട്ടുള്ളത്. എന്നിട്ട് കഴുകിയിട്ട് വെള്ളത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കുള്ള വലിയ ഉള്ളിയും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കർ അവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ ബീഫ് ചില്ലിക്കുള്ളത് അത് സിമ്മിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ വെക്കുമ്പോൾ ആദ്യം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചില കുക്കറിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെതിൽ അടിയിലൊന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ആക്കൽ. പിന്നെ നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുക്കറൊക്കെ അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ നെയ്യിൽ ചെറുതായിട്ട് നെയ്യ് നമ്മൾ ചേർക്കലുള്ളൂ. വലിയുള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാത്രമായിരിക്കും ഞാൻ 4 പാത്രം വെള്ളമാണ് ചേർക്കൽ. എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടൽ ഉള്ളത്. പിന്നെ ഈ വലിയ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിനി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിയിൽ നെയ്ച്ചോറിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഇല ഉണ്ടല്ലോ, അതിനെന്താ പറയുക, അതും ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും നെയ്ച്ചോറിന്. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയാണ്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയിട്ട് പിന്നെ അടച്ച് വെക്കുകയാണ്. ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി അതിൻ്റെ ശേഷം ഓഫാക്കിയിട്ടാൽ കറക്റ്റ് വേവായി കിട്ടും. എൻ്റെ ഇക്കാക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ നെയ്ച്ചോറ് എന്നുള്ളത്. നെയ്ച്ചോറും ഇങ്ങനെ ചിക്കൻ കറിയോ ബീഫ് കറിയാണ് ഇക്കാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ നെയ്യ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം കൊണ്ട് ആൾ കഴിക്കുകയും ചെയ്യും. നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടു, പട്ട ഗ്രാമ്പ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വലിയ ഉള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴന്നു വന്നതിന് ശേഷം ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല അതൊക്കെ ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പൊടികൾ നന്നായി മൂത്ത് വരണം. പൊടികൾ നന്നായി മസാലൻ്റെ ഒരു പച്ചമണക്കം ഉണ്ടല്ലോ അതൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീഫും കൂടി ഇട്ടിട്ട് എല്ലാ പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴോ ഈ ഏലക്ക, പട്ട, ഗ്രാമ്പു ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചിക്കൻ കറിൻ്റെ അതേ ടേസ്റ്റ് ഇനി എന്ത് കറി ഉണ്ടാക്കുമ്പോഴും വരും. പിന്നെ നമ്മൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക. 2 തക്കാളിയും 2 പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വഴന്ന് വന്നതിൻ്റെ ശേഷം ഇങ്ങനെ നമ്മളെല്ലാതും കൂടി ഒന്ന് പിടിച്ചതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണിത്. കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നമ്മൾ ബീഫ് കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബീഫ് ഒന്ന് ഒരു ഫുൾ വേവിലെടുക്കരുത്, ഒരു 1/4 വേവിലാണ് നമ്മൾ ബീഫ് എടുക്കേണ്ടത് ചില്ലി ഉണ്ടാക്കുമ്പോൾ. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ കട്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ബീഫ് ചില്ലി, ചിക്കൻ ചില്ലിയൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. പക്ഷേ എണ്ണ കാരണം കൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബീഫ് ചില്ലി, നല്ല മഴയൊക്കെയല്ലേ, നല്ല ബീഫ് ചില്ലിയും ബീഫ് കറിയും നെയ്ച്ചോറൊക്കെ കഴിക്കാനൊരു ഇതിട്ടാൽ നല്ല മഴത്ത് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം ഇന്ന്. ചിക്കൻ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യണതാണ് ഇഷ്ടം. പക്ഷേ നമ്മളങ്ങനെ എണ്ണയിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോഴുള്ള എല്ലാ കുട്ടികൾക്കും അതല്ലേ ചിക്കൻ പൊരിച്ചത് എന്നാണ് പറയല്ലേ. ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും എൻ്റെ മോനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടത്. എനിക്കറിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമ്മളത് ബീഫൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മസാല കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1.5 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലൻ്റെ പൗഡർ, 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൗഡർ, 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ബീഫ് സ്റ്റോക്ക് വെച്ചിട്ടാണ്, ആ വെള്ളം കൊണ്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇതിൽ ബീഫിൽ എല്ലാതൊന്നും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു അരമണിക്കൂറോളം എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം കിച്ചണിൽ കാണുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ പാത്രം ആവണത് ഞാൻ വേഗം കഴുകി വെക്കലുണ്ട്. പണികൾ വേഗം ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതിട്ട്. ഒരു ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വേഗം ആ പാത്രങ്ങൾ ആയതുകൊണ്ട് കഴുകി വെക്കാം. അപ്പോൾ പിന്നെ ലാസ്റ്റിക്ക് ഒന്നിച്ചിട്ട് നമ്മളോട് പാത്രം കഴുകാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആയിട്ടുള്ളത്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേവാൻ വേണ്ടി ഇടുമ്പോൾ ആ ഒരു സമയം കൂടി വേഗാണ്ട് പാത്രം കഴുകി വെക്കാം. ഇനി കുറച്ച് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പപ്പടം പൊരിച്ചിട്ട് അതിലുണ്ട് നമുക്ക് ബീഫ് ചില്ലി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പപ്പടം പൊരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ചില്ലി ഇട്ട് കൊടുത്തിട്ട് ഇനി ആ ഓയിലേക്ക് തന്നെ അപ്പോൾ നമ്മൾ ബീഫ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കല്, നമ്മൾ ഓയിൽ അങ്ങനെ ഉപയോഗിക്കില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് എടുക്കും, ബാക്കിയൊക്കെ വെളിച്ചെണ്ണയിലാണ് ഞാൻ യൂസ് ആക്കല്. അങ്ങനെ നമ്മളിതാ ബീഫ് ഓരോരോ പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലിങ്ങനെ ആട്ടിയെടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ നല്ല വിലയാണല്ലോ ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ. അല്ലാത്തവർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ബീഫ് ഒന്ന് കുറച്ചുണ്ടായപ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയിട്ടതും പിന്നെ കുറേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇത് ഇട്ട് കൊടുക്കണമല്ലേ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചില്ലി ഫ്ലേക്സും കോൺഫ്ലവറും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു കോൺഫ്ലവർ ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ. അത് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇപ്പോൾ ഒക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഞാൻ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടുതൽ കഴിക്കുമെന്ന് എഴുതിട്ട് അപ്പോൾ അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പിന്നെ ഉച്ചക്കത്തെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. വൈകുന്നേരം ഇപ്പോൾ മഴക്കൊരു ഒഴിവുണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ എന്താ ചെറിയ മാറ്റം, കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ, പക്ഷേ ഈ ഒരു കളർ വന്നാൽ തന്നെ നല്ല മധുരമാണിത്. അപ്പോൾ അത്യാവശ്യം മധുരമുള്ളൊരു നല്ല ടൈപ്പ് റംബുട്ടാനാണ്. ഇപ്പോൾ നല്ല
നന്നായി പഴുക്കാനുള്ള ക്ഷമൊന്നും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സുകളിൽ വെച്ചിട്ട് റംബുട്ടാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ തൈകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കട്ടെ. ബാക്കിയുള്ള പണിയെടുക്കണേക്കാട്ടിയും മുഖ്യമാണ് അത്. കാരണം നമ്മളെ പറമ്പിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പൊട്ടിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു വൈബാണല്ലേ. അപ്പോൾ സപ്പോട്ട, റംബുട്ടാൻ, ചക്ക, മാങ്ങ അങ്ങനെ ആവശ്യമുള്ളതൊക്കെ നമ്മളെ പറമ്പിൽ എന്തൊക്കെ പിടിക്കും, നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെ പിടിക്കും നോക്കിയിട്ട് അതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കട്ടെ. കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ചിട്ട് അത് കാണാനും ഒക്കെ നല്ല രസമാണ്. നമ്മളിനി കഴിക്കണേക്കാട്ടും കൂടുതലാണ് നമ്മളെ പറമ്പിൽ അതൊക്കെ ഇങ്ങനെ കാണാനില്ലേ. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തൈകളൊക്കെ ആവശ്യമുള്ള തൈകളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.